ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നുള്ളത് കൊച്ചിയിലെ ചങ്ങമ്പുഴ പാർക്കിലാണ്. കൈമാറ്റം കൊച്ചിയിലുള്ള കുറേ പേർക്കൊക്കെ അറിയുമായിരിക്കും അല്ലേ? അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അറിയാത്തവർക്കാണ് ഞാനിപ്പോൾ ഇത് ബ്രീഫ് ചെയ്യാൻ പോകുന്നത്. കൈമാറ്റം എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ഒരു പോപ്പ് ഓഫ് ത്രിഫ്റ്റിംഗ് പോയിൻ്റാണ്. അവിടെ നമുക്ക് നമ്മുടെ ഡ്രസ്സും ബുക്സ് ഇപ്പോൾ അവർ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഡ്രസ്സുകൾ ഇവർക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. ഇവർ മെയിൻ എയിം ചെയ്യുന്നത് ചാരിറ്റിയാണ് കേട്ടോ. പിന്നെ ഇത് വളരെ അഫോർഡബിൾ ആൻഡ് റീസണബിൾ റേറ്റ്സിലുള്ള ഡ്രസ്സസ്സാണ് ഇവരുടെ കയ്യിലുള്ളത്. അതും നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആയിരിക്കും ചില സമയത്ത് നമുക്ക് കിട്ടുന്നത്. പിന്നെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും നല്ലതാണ്. കാരണം ഈ ഡൊണേറ്റ് ചെയ്യുന്ന ഡ്രസ്സുകൾ ഇവർ അത്രയും നല്ലതാണെങ്കിൽ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഇത് ത്രൂ അവരൊരു ചാരിറ്റിയാണ് എയിം ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ റീസെൻ്റ്ലി ഇവർ ബുക്സും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വായനാശീലമുള്ളവരും വായിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നമ്മുടെ വായിച്ച് തീർന്ന ബുക്സ് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കൈമാറ്റത്തിൽ ഡൊണേറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തും എടുക്കാം. മാറ്റിയെടുക്കാവുന്നതാണ് ബുക്സ്. നമ്മുടെ കയ്യിലുള്ള ബുക്സ് കൊടുത്തിട്ട് അവരുടെ അടുത്ത് നിന്ന് ബുക്സ് നമുക്ക് തിരിച്ചെടുക്കാം. എനിക്ക് തോന്നുന്നത് അവരത് 2025 ലോഞ്ച് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിവിടെ കുറച്ച് ഡ്രസ്സസൊക്കെ നോക്കിയായിരുന്നു. ഒത്തിരി നല്ല ഡ്രസ്സുകൾ കണ്ടു. അതിന് 2-3 ഞാൻ എടുത്തു. പിന്നെ DJയും പീലിയൊക്കെ ആണെങ്കിൽ കുറേ സമയം അവിടെ നിന്ന് ബോറടിച്ചു. DJ പിന്നെ അവിടെ ചങ്ങമ്പുഴ പാർക്ക് ആയതുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് റൈഡ്സും പിന്നെ ഇതുപോലെ കുറേ സ്റ്റാച്യൂസൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് കുറച്ച് അങ്ങനെ ടൈം അവർ അതിലെ ഓടി നടന്ന് ഒക്കെ സമയം കളഞ്ഞു. കുട്ടികൾക്കുള്ള നല്ല ഭംഗിയുള്ള ഡ്രസ്സസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. ഫ്രോക്സും ഉണ്ട്, സ്കേർട്ട്സും ഉണ്ട്, ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ക്രിസ്മസ് കളക്ഷനായിട്ടാണ് ഇവരിത് പോയിൻ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ. പിന്നെ എനിക്ക് തോന്നുന്നു ബുക്സ് കളക്ഷനും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വാവയും എടുത്ത ഡ്രസ്സസൊക്കെ ബില്ലിങ്ങിന് വേണ്ടി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ആക്ച്വലി ഞാൻ ഈ കൈമാറ്റത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഭയങ്കര ത്രിൽഡായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തവണ വിചാരിച്ചു ഒരുപാട് എക്സിബിഷൻസ് ഇവരുടെ അറ്റൻഡ് ചെയ്യാറുണ്ട്, പോവും അതെല്ലാം കണ്ടിട്ട് വരും. ആ സ്റ്റാൻഡേർഡ് ഓഫ് ലെവലൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവരുടെ കാണുമ്പോഴത്തേക്കും. അപ്പം ഇത്തവണ ഞാൻ വിചാരിച്ചു എല്ലാ ഡീറ്റെയിൽസും ചോദിച്ച് മനസ്സിലാക്കണം. അവരുടെ ഡൊണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ ചാരിറ്റിയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് തന്നെ മനസ്സിലാക്കി. അതിനിടയിൽ കൂടെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ ഷീ എക്സ്പ്ലെയിൻ മീ ഇൻ എ വെരി നൈസ് വേ. സോ ഐ വാസ് സോ ഹാപ്പി ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു കൈമാറ്റം. അവർക്ക് ഒത്തിരി വിജയങ്ങളിലെത്താൻ സാധിക്കട്ടെ. ഇനിയും നല്ല എക്സിബിഷൻസൊക്കെ ചെയ്യാൻ പറ്റട്ടെ. കാരണം ഇത്രയും നല്ല ചാരിറ്റി ചെയ്യുന്നവർക്ക് നല്ലൊരു ബാക്ക് സപ്പോർട്ട് തന്നെ ആവശ്യമാണ്. അത് കഴിഞ്ഞ് മക്കൾസ് പറഞ്ഞു അവിടെ ചെറിയ ഇതിൽ നിറയെ ഫിഷ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ ക്യാമറയും പിടിച്ചിട്ട് അവിടെ നിൽക്കുക എന്നല്ലാണ്ട് അതിൽ ഒരു ഫിഷിനെ പോലും ഞാൻ കണ്ടില്ല. അവിടെ കുറച്ച് കല്ലുകൾ കൂട്ടിയിട്ട സ്ഥലത്ത് DJ ജമ്പ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചങ്ങമ്പുഴ പാർക്കിൻ്റെ ബാക്ക് സൈഡിൽ മെയിൻ റോഡിൻ്റെ എൻട്രൻസിനോട് ചേർന്നിട്ടായിട്ട് കുറേ എക്സസൈസ് മെഷീൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ അതിന് മേലെ കയറി കളിക്കുന്നുണ്ട്, രസമായിരുന്നു. അതിന് കുറച്ച് ഇപ്പുറത്തായിട്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സ്ലൈഡ്സ്, സീസോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല. ഇവിടെ കുറച്ച് റിനോവേഷൻസ് റീസെൻ്റ്ലിയാണ് റിനോവേഷൻസ് കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ എന്തായാലും കുട്ടികൾക്ക് അത് കളിക്കാനുള്ള നല്ലൊരു ഏരിയ ആയിരിക്കും. വരുന്ന വഴിക്ക് പിന്നെ ഞങ്ങൾ പനന്നൊങ്ക് കണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ നേരെ ഞങ്ങൾ ബെസ്റ്റ് ബേക്കേഴ്സിൽ ചായ കുടിക്കാൻ വേണ്ടി പോയി. അവിടെ ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് കേക്ക്സ്, പേസ്ട്രീസ്, സ്നാക്സ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പം മക്കൾക്ക് കൺഫ്യൂഷനാണ് എന്താ വേണ്ടേ. അപ്പം വലിയ കേക്ക്സ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം രണ്ടുപേരും അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെപ്പോലെ തന്നെ ഫുഡീസാണ് കേട്ടോ കുട്ടികളും. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഈ കുഞ്ഞു വയറിലേക്ക് എന്തൊക്കെ ഓർഡർ ചെയ്യണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലാണ് ചേച്ചിയും അനിയനും കൂടെ. ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത ഒരു ബെസ്റ്റ് ഐറ്റം ആട്ടോ ഇത്, ബ്ലാക്ക് എക്ലെയേഴ്സ്. സൂപ്പർ ടേസ്റ്റിയാണ്. ഇനി നിങ്ങൾ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ എൻ്റെ സൺഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൈമാറ്റത്തിനെ കുറിച്ച് കൂടുതൽ അറിയണം, നിങ്ങളുടെ ബുക്സ്, ഡ്രസ്സസൊക്കെ നിങ്ങൾക്കൊരു ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.